ദേവസ്വം ബോർഡിന് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരു തരത്തിലും ഒഴിഞ്ഞുമാറാനാകില്ല എന്നത് ഇന്നത്തെ ഹൈക്കോടതി നടപടികളിൽ നിന്ന് കൂടുതൽ വ്യക്തമാവുകയാണ്. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചിലരും ചേർന്ന് നടത്തിയ തട്ടിപ്പ് എന്ന നിലയിൽ ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾ പലയിടത്തു നിന്ന് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഡോറിൽ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തി അത് ദേവസ്വം ബോർഡിന് അക്കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട്. ശ്രീകോവിലിന്റെ സ്വർണം പൊതിഞ്ഞ ചെമ്പ് പാളികൾ വെറും ചെമ്പായി രേഖപ്പെടുത്തി രേഖയുണ്ടാക്കി അതിൽ ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തമുണ്ട് എന്നത് വ്യക്തമാകുന്നു. അതീവ ഗുരുതരം സംശയകരം എന്നതാണ് കോടതിയുടെ നിരീക്ഷണം. 2019 നടപടികളെ ആകെ കോടതി അതിരൂക്ഷമായി സംശയകരം എന്ന് വിശദീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പോകുന്നത്. മാത്രമല്ല, ദേവസ്വം ബോർഡ് തയ്യാറാക്കിയ മഹസറിൽ ചെമ്പ് പാളി എന്ന് മാറ്റി രേഖപ്പെടുത്തി, അതായത് സ്വർണം ചെമ്പാക്കുന്ന ദേവസ്വം ബോർഡിന്റെ ഉത്തരവുണ്ടായി. മഹസറിലും അക്കാര്യം ആവർത്തിച്ചു. അപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഈ തട്ടിപ്പിൽ പങ്കാളിത്തമുണ്ട് എന്നത് വിശദീകരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കോടതിയുടെ ഇടപെടലുകൾ വരുന്നത്. അതിനൊപ്പമാണ് 7 പാളികൾ പൊതിഞ്ഞ സ്വർണം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ വെച്ച് നീക്കം ചെയ്തു. ചെന്നൈയിലും ഈ സ്ഥാപനത്തിനും ഈ തട്ടിപ്പിൽ പങ്കാളിത്തമുണ്ട് എന്ന സൂചന കോടതിയുടെ ഭാഗത്ത് വരുന്നത്. മാത്രമല്ല, ശബരിമലയെ സ്വർണം പൂശൽ, സ്വർണം പതിപ്പിക്കലുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള സ്പോൺസർഷിപ്പിലൂടെ സ്വർണം കൈവശപ്പെടുത്തിയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന കാര്യവും സ്ഥിരീകരിക്കപ്പെടുകയാണ്. ഗോവർദ്ധൻ എന്നയാൾ ഡോർ പൊതിയാൻ സ്വർണം നൽകി. അത് 325 ഗ്രാം സ്വർണമായിരുന്നു. അത് കൈമാറിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കായിരുന്നു എന്ന കാര്യം ഈ അന്വേഷണത്തിന്റെ ഭാഗമായി വ്യക്തമാകുന്നുണ്ട്. 584 ഗ്രാം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകി എന്നൊരു മറ്റൊരു വിവരമുണ്ട്. അത് സ്വർണം പൂശിയതിന് ശേഷമാണ് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുന്നുണ്ട്. രാഗിൻ, ഈ സ്വർണത്തിന്റെ കണക്കുകളൊക്കെ കോടതിയിൽ വരുന്നുണ്ടല്ലോ. ഇപ്പോൾ 584 ഗ്രാം സ്വർണം പോറ്റിക്ക് സ്മാർട്ട് ക്രിയേഷൻസ് നൽകി തുടങ്ങിയതടക്കം അക്കാര്യത്തിലൊരു ക്ലാരിഫിക്കേഷൻ. അതായത് സ്വർണത്തിന്റെ കണക്കും അതിന്റെ വിശദാംശങ്ങൾ കൂടി കോടതി അതിന്റെ ഉത്തരവിന്റെ ഭാഗമായി തന്നെ രേഖപ്പെടുത്തുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. 584 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകി എന്നതാണ് ഇപ്പോൾ പറയുന്നത്. സ്വർണം പൂശിയ ശേഷമാണത്. 10/10/2019 അതായത് 584 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്മാർട്ട് ക്രിയേഷൻസ് നൽകി എന്നതാണ് ഇപ്പോൾ ഇതിന്റെ അപ്ഡേഷനായി വരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഈ വാർത്ത ശ്രദ്ധിക്കുന്ന പ്രേക്ഷകരെ അറിയിക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റ് ഇങ്ങനെയാണ്. നേരത്തെ സ്വർണം അവിടെ നിന്ന് കാണാതായി, ദ്വാരപാലക ശില്പത്തിലെ സ്വർണം നീക്കി തുടങ്ങിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് SIT അന്വേഷണവും അതിന് മുന്നോടിയായി ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണവും കോടതി നിർദ്ദേശിച്ചത്. എങ്കിൽ കോടതി ഇപ്പോൾ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കോടതിയുടെ അന്വേഷണം ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കടത്തിയത് മാത്രമല്ല, ഇനി പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുക. ശ്രീകോവിലിൽ പതിച്ചിരുന്ന സ്വർണം കാണാതെ പോയി എന്ന് കോടതി അന്വേഷണത്തിന്റെ ഭാഗമായി ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ട് സ്ഥിരീകരിക്കുകയാണ്. അന്ന് ഇറങ്ങിയ ഉത്തരവിൽ ക്രമക്കേടുണ്ട്. മാത്രമല്ല, അന്ന് തയ്യാറാക്കിയ മഹസറിലും ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി കാണാതായതിന് ഒപ്പം തന്നെ ശബരിമല ശ്രീകോവിലെ വാതിലെയും കട്ടിളപ്പടിയിലെയും സ്വർണം കാണാതെ സംഭവം കൂടി അന്വേഷിക്കാൻ ഇപ്പോൾ ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകുന്നത്. എല്ലാ വിഷയങ്ങളും അക്കാര്യങ്ങളാണ് ഞാൻ വിശദീകരിക്കുന്നത്. എല്ലാ വിഷയങ്ങളും, അതായത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി കാണാതായ സംഭവം മാത്രമല്ല, ശ്രീകോവിലെ സ്വർണം അതും കാണാതായി എന്നത് സ്ഥിരീകരിക്കപ്പെടുന്നു. അക്കാര്യത്തിലും അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. വാതിൽ പടികളിലെ സ്വർണം കാണാതായിട്ടുണ്ട് എന്ന സംശയം അത് ബലപ്പെടുന്നു. അക്കാര്യത്തിലും അന്വേഷണത്തിന് നിർദ്ദേശമുണ്ട്. അതുമാത്രമല്ല, സ്പോൺസർഷിപ്പ് എന്ന പേരിൽ പിന്നീട് ചെമ്പുപാടിയിൽ സ്വർണം പൂശാനായി സ്പോൺസർമാരുടെ കയ്യിൽ നിന്ന്, ഗോവർദ്ധൻ എന്നയാളുടെ കയ്യിൽ നിന്നുൾപ്പെടെ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം സ്വീകരിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ അന്വേഷണത്തിന് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ ഒരു പങ്കുമില്ല എന്ന മൊഴിയാണ് ദേവസ്വം വിജിലൻസ് നൽകിയത്. പക്ഷേ ചെന്നൈയിൽ എത്തിച്ച് 7 പാളുകളുടെ സ്വർണം നീക്കി എന്ന കണ്ടെത്തൽ ദേവസ്വം വിജിലൻസ് നടത്തുന്നു. അക്കാര്യങ്ങളിലും അന്വേഷണം. അപ്പോൾ സമഗ്രമായ ഒരു അന്വേഷണത്തിലേക്ക് ഇപ്പോൾ ഹൈക്കോടതി SITക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എല്ലാ വിവരങ്ങളും അന്വേഷിക്കാനുള്ള നിർദ്ദേശമാണ്. കേസ് രജിസ്റ്റർ ചെയ്യണം എന്ന നിർദ്ദേശം അടിയന്തരമായി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. രാഗിൻ, വളരെ സുപ്രധാനമായിട്ടുള്ള ചില തീരുമാനങ്ങളാണ് അല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി ഇപ്പോൾ SITക്ക് നൽകിയിരിക്കുന്നത്. അതായത് സമയബന്ധിതമായി അന്വേഷണം പൂർത്തിയാക്കണം, എല്ലാ വിഷയങ്ങളും അന്വേഷിക്കാൻ SITയോട് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഈ സ്വർണ്ണപ്പാളികൾ, ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളുടെ വിഷയം മാത്രമല്ല, മറിച്ച് വാതിലിന്റെ അടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം പൂർത്തിയാക്കണം സംസ്ഥാന പോലീസ് മേധാവിയെ DGP കേസിൽ കോടതി കക്ഷി ചേർക്കുന്നു. സംസ്ഥാന പോലീസ് മേധാവിയെ കേസിൽ ഹൈക്കോടതി കക്ഷി ചേർക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഗൗരവതരമായ ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണ്. സംസ്ഥാന പോലീസ് മേധാവിയെ കോടതി കേസിൽ കക്ഷി ചേർത്തിരിക്കുന്നു. 6 ആഴ്ചയ്ക്കകം SIT റിപ്പോർട്ട് സമർപ്പിക്കണം, 1.5 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശവും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. കേസ് അടിയന്തരമായി രജിസ്റ്റർ ചെയ്യണം എന്ന നിർദ്ദേശമാണ് ദേവസ്വം
ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന അന്വേഷണ വിവരങ്ങൾ അപ്പോൾ കോടതിയെ അറിയിക്കാനുള്ള നിർദ്ദേശമുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയോട് ബാധ്യസ്ഥപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കോടതിയിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയിക്കണം എന്ന ഉത്തരവും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. ഇത് അസാധാരണമല്ലേ? സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെ കേസിൽ കക്ഷി ചേർത്ത് 6 ആഴ്ചക്കകം തന്നെ അന്വേഷണം വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശം. രാഗിൻ, തീർച്ചയായും ഇതിൽ വലിയ തരത്തിലുള്ള മാനങ്ങൾ ഉണ്ട് എന്നതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സംസ്ഥാന പോലീസ് മേധാവിയെ അടക്കം കേസിൽ കക്ഷിയേർക്കുന്നത്. അതോടൊപ്പം കോടതി പറഞ്ഞൊരു വാചകം വളരെ പ്രസക്തമാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയോടാണ് ബാധ്യതപ്പെട്ടിരിക്കുന്നത്. അതായത് എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കുന്നത് കോടതിയാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം, കൃത്യമായി റിപ്പോർട്ട് ചെയ്യണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കോടതി സൂചിപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിൽ ഒട്ടനവധി തരത്തിലുള്ള ആരോപണങ്ങൾ പല കോണുകളിലോടും പല കേന്ദ്രങ്ങളോടും ഒക്കെയുണ്ട്. അതോടൊപ്പം തന്നെയുള്ള പല കാര്യങ്ങളും ഒക്കെ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം വിശദമായി അന്വേഷിച്ച് കോടതിയോടാണ് ഉദ്യോഗസ്ഥർ ബാധ്യതപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യവും കൂടി പറയുകയാണ്. 2 ആഴ്ച കൂടുമ്പോൾ അന്വേഷണ പുരോഗതി കോടതിയെ അറിയിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. സീൽഡ് കവറിൽ, അതായത് മുദ്രവച്ച കവറിൽ 2 ആഴ്ച കൂടുമ്പോൾ അന്വേഷണ പുരോഗതി റിപ്പോർട്ട്, ആ റിപ്പോർട്ട് കോടതിക്ക് കൈമാറണം എന്നതാണ്. അതായത് ഇതിന്റെ ഓരോ വശങ്ങളും കൃത്യമായി പരിശോധിക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നു. വിവരങ്ങൾ കോടതിയെ അറിയിക്കണം. SIT-യുടെ മേൽനോട്ടത്തിൽ ഇക്കാര്യങ്ങൾ അന്വേഷിക്കണം. സംസ്ഥാന പോലീസ് മേധാവിയെ കക്ഷിയേർത്തിട്ടുണ്ട്. 6 ആഴ്ചക്കകം SIT റിപ്പോർട്ട് സമർപ്പിക്കണം. അതിനോടൊപ്പം തന്നെ എല്ലാ റെക്കോർഡുകളും ഹൈക്കോടതിക്ക് കൈമാറാനും കോടതി ഉത്തരവിടുകയാണ്. പിടിച്ചെടുത്ത എല്ലാ രേഖകളും റെക്കോർഡുകളും, ദേവസ്വത്തിന്റെ കൈവശമുള്ള എല്ലാ രേഖകളും റെക്കോർഡുകളും ഹൈക്കോടതിക്ക് കൈമാറാനുള്ള നിർദ്ദേശം. അതായത് വാസ്തവം ഇതാണ്. ഹൈക്കോടതി നേരിട്ട് ശബരിമലയിലെ സ്വർണ്ണത്തട്ടിപ്പ് അന്വേഷിക്കുകയാണ്. ഹൈക്കോടതി നേരിട്ട് ശബരിമലയിലെ സ്വർണ്ണത്തട്ടിപ്പ് അന്വേഷിക്കുകയാണ്. ഹൈക്കോടതിയുടെ അന്വേഷണമാണ് ഇത്. കേവലം ദേവസ്വം വിജിലൻസിന്റെയോ പോലീസിന്റെയോ അന്വേഷണമല്ല. ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നേരിട്ട് ശബരിമലയിലെ സ്വർണ്ണത്തട്ടിപ്പ് അന്വേഷിക്കുകയാണ്. അക്കാര്യങ്ങളുടെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കുന്നത്. കോടതിയോടാണ് ബാധ്യസ്ഥപ്പെട്ടിരിക്കുന്നത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ. 2 ആഴ്ച കൂടുമ്പോൾ സീൽഡ് കവറിൽ അന്വേഷണ പുരോഗതി കോടതിയെ അറിയിക്കണം. 6 ആഴ്ചയാണ് അന്വേഷണത്തിന് സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് വേഗത്തിൽ 1.5 മാസം കൊണ്ട് അന്വേഷണം പൂർത്തീകരിക്കണം എന്ന നിർദ്ദേശമാണ് കോടതി നൽകുന്നത്. മാത്രമല്ല സംസ്ഥാന പോലീസ് മേധാവിയെ DGPI കേസിൽ കക്ഷി ചേർക്കാനുള്ള നിർദ്ദേശം, സുപ്രധാനമായ അസാധാരണമായ ഇടപെടൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. പിടിച്ചെടുത്ത എല്ലാ റെക്കോർഡുകളും കോടതിക്ക് കൈമാറണം എന്നടക്കമാണ് ഇപ്പോൾ കോടതി അന്വേഷണ ഉത്തരവ്, അതിൽ ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് ഇപ്പോൾ കോടതി വിശദീകരിക്കുന്നത്. FIR ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാനുള്ള നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. രാഗിൻ, തീർച്ചയായും FIR രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജസ്റ്റിസ് KT ശങ്കരൻ സന്നിധാനം സന്ദർശിക്കും. ആ സമയത്ത് മാധ്യമങ്ങൾക്ക് പ്രവേശിക്കാൻ അനുമതി ഉണ്ടാകുമെന്ന് കൂടി കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. അതും വളരെ പ്രധാനമാണ്. രഹസ്യ സ്വഭാവത്തിൽ അന്വേഷിക്കണമെന്ന് കോടതി വിശദീകരിക്കുന്നു. അതേസമയം തന്നെ ഇത് പൊതുജനങ്ങൾ കാണണം. മാധ്യമങ്ങൾക്ക് വിലക്കില്ല. അവിടെ എന്താണ് സംഭവിച്ചത് എന്നതിന്റെ ഗൗരവം മാധ്യമങ്ങളുടെ, പ്രത്യേകിച്ച് മാതൃഭൂമി ന്യൂസാണ് ഇതുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ വെളിപ്പെടുത്തലുകൾ, പ്രതികരണങ്ങൾ, ദൃശ്യങ്ങൾ, വാർത്തകൾ ഒക്കെ നൽകിയത്. അപ്പോൾ KT ശങ്കരൻ അമിക്കസ് ക്യൂറി സന്നിധാനം സന്ദർശിക്കുന്നു. ആ സമയത്ത് മാധ്യമങ്ങൾക്കും അവിടെ പ്രവേശിക്കാമെന്ന് പറയുമ്പോൾ വളരെ സുതാര്യമായി സമൂഹത്തെ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് ബോധ്യപ്പെടുത്താൻ ഹൈക്കോടതി നേരിട്ട് ഇടപെടുന്നു. രാഗിൻ, ജസ്റ്റിസ് KT ശങ്കറിനെ നേരത്തെ ഈ കണക്കെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള ചുമതല നൽകിയിരുന്നു. അദ്ദേഹം സന്നിധാനത്തേക്ക് പോകാനിരിക്കുകയാണ്. അത് സംബന്ധിച്ചുള്ള വാർത്തകളും നമ്മൾ നൽകിയിരുന്നു. പക്ഷേ ഇതിലെല്ലാം രഹസ്യ സ്വഭാവം പാലിക്കണം, ഈ റിപ്പോർട്ടിന്റെ കാര്യത്തിലടക്കം രഹസ്യ സ്വഭാവം പാലിക്കണമെന്ന് കോടതി പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ കോടതി ഇക്കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. അതായത് ആ സമയത്ത് മാധ്യമങ്ങൾക്ക് പ്രവേശിക്കാൻ അനുമതി ഉണ്ടാകും. അറ്റകുറ്റപ്പണികൾ മാളികപ്പുറത്തും ശബരിമലയിലും കോടതി അനുമതി കൂടാതെ നടത്തരുത് എന്ന കാര്യവും കൂടി ഇപ്പോൾ കോടതി പറയുകയാണ്. അതായത് കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ് കോടതിയുടെ ഉണ്ടാകുന്നു. അതായത് പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ പല മോണിറ്ററിംഗ് സംവിധാനങ്ങളും കേൾക്കുന്ന, അല്ലെങ്കിൽ അവരടക്കം സംശയത്തിന് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ SIT-യെ വെച്ചുകൊണ്ട് ഇക്കാര്യങ്ങളടക്കം, ക്രമക്കേടുകളടക്കം ഇക്കാര്യങ്ങളടക്കം അന്വേഷിക്കാൻ പറയുന്നു. അതോടൊപ്പം തന്നെ SIT-യോട് 6 ആഴ്ചക്കകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് തരാൻ പറയുന്നു. കൂടാതെ 2 ആഴ്ചക്കകം അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിക്ക് മുന്നിലേക്ക് എത്തണമെന്ന് പറയുന്നു. ദേവസ്വം രേഖകൾ കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കണമെന്ന് പറയുന്നു. അതായത് കോടതി തുടക്കം മുതലേ ഇതിൽ ചില അപാകതകളുണ്ട്, ചില വിഷയങ്ങളുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആദ്യഘട്ടത്തിൽ ഈ
കേസ് പരിഗണിക്കുന്ന സമയത്ത് കക്ഷി ചേർക്കാൻ എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി ചെയ്തിരുന്നു. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കോടതിക്ക് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ സംശയങ്ങൾ ഉണ്ടായിരുന്നു. ആ സംശയങ്ങളൊക്കെ പിന്നീട് അന്വേഷണ റിപ്പോർട്ടുകളായും മാധ്യമ റിപ്പോർട്ടുകളായും ഒക്കെ തന്നെ പുറത്തേക്ക് അത് വെളിച്ചം വീശുന്ന രീതിയിൽ വന്നിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് കോടതി ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും കോടതിയുടെ കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ മേൽനോട്ടം കോടതി നേരിട്ട് അന്വേഷിക്കുന്ന സ്വഭാവത്തിൽ തന്നെയാണ് ഇപ്പോൾ ദേവസ്വം ബെഞ്ച് കാര്യങ്ങളെ നിരീക്ഷിക്കുന്നത്, ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി ബിനിൽ കോടതിയിൽ നിന്ന് കൂട്ടിച്ചേർക്കുന്നത് 2 ഡിവൈഎസ്പിമാരെ കൂടി അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. SP പി ബിജോയും അന്വേഷണ സംഘത്തിൽ ഉണ്ട്. നേരത്തെ സർക്കാരിനോട് ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷിക്കാനായിരുന്നില്ല ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. വെങ്കടേഷ് ഉൾപ്പെടെ ശശിധരൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ കോടതിക്ക് വിശ്വാസമുള്ള സത്യസന്ധർ എന്ന് പൊതുവിൽ അറിയപ്പെടുന്ന ഉദ്യോഗസ്ഥരുടെ പട്ടിക കോടതി തയ്യാറാക്കിയാണ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. ആ ടീമിലേക്ക് 2 ഡിവൈഎസ്പിമാരെ കൂടി അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുന്നു. SP പി ബിജോയും അന്വേഷണ സംഘത്തിലുണ്ട്. രാഗിൻ.